ഹലോ, വെൽക്കം ടു സീബൽ ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC എക്സാമിന് ഇംഗ്ലീഷിലെ ഗ്രാമർ പാർട്ടിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫ്രേസൽ വെർബ് എന്നുള്ളത്. രണ്ട് സെൻറ്റൻസുകൾ തന്നിട്ട് ഇതിൽ നിന്ന് ഫ്രേസൽ വെർബ് ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡാഷുകൾ തന്നിട്ട് അവിടെ ആപ്റ്റായിട്ടുള്ള ഫ്രേസൽ വെർബ് ചേർക്കുക, ബ്രാക്കറ്റിൽ നിന്നും ഫ്രേസൽ വെർബ് എടുത്തെഴുതുക. ഇത്തരത്തിലൊക്കെ ഫ്രേസൽ വെർബ് വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കതൊന്ന് പരിചയപ്പെടാം. കട്ട് ഓഫ്. കട്ട് ഓഫ് എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് വരുന്നത് ടു ഡിസ്കണക്റ്റ് എന്നാണ്. ടു ഡിസ്കണക്റ്റ്, കണക്ഷൻ വിച്ഛേദിക്കുക, അല്ലേ? കണക്ഷൻ വിച്ഛേദിക്കുക എന്ന അർത്ഥത്തിലാണ് കട്ട് ഓഫ് എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. ദി കട്ട് ഓഫ് ദ പവർ. ദി കട്ട് ഓഫ് ദ പവർ. അവർ എന്ത് ചെയ്തു? വൈദ്യുതി വിച്ഛേദിച്ചു, ഡിസ്കണക്റ്റ് ചെയ്തു, അല്ലേ? മറ്റൊരു ഫ്രേസൽ വെർബാണ് പുട്ട് ഓഫ്. പുട്ട് ഓഫ് ഇതിൻ്റെ മീനിങ് വരുന്നത് ടു പോസ്റ്റ്പോൺ എന്നാണ്, അഥവാ മാറ്റി വയ്ക്കുക. മാറ്റി വയ്ക്കുക, എക്സാമുകൾ, മീറ്റിങ്ങുകൾ, അങ്ങനെ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കാറുണ്ട്. ഇതിന് നമുക്ക് പുട്ട് ഓഫ് എന്ന ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ദേ പുട്ട് ഓഫ് ദ ട്രിപ്പ്. ദേ പുട്ട് ഓഫ് ദ ട്രിപ്പ്. അവരെന്ത് ചെയ്തു? അവരുടെ ട്രിപ്പ് മാറ്റി വെച്ചു. നെക്സ്റ്റ് വൺ, കീപ്പ് ഓൺ. കീപ്പ് ഓൺ എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം വരുന്നത് ടു കണ്ടിന്യൂ ഡൂയിങ് സംതിങ്. എന്തെങ്കിലും ഒരു ആക്ഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക, അല്ലേ? എന്ത് ആക്ഷൻ ആയിക്കോട്ടെ, അത് തുടർന്നുകൊണ്ടിരിക്കുക. അതിന് നമുക്ക് കീപ്പ് ഓൺ എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇഫ് യു കീപ്പ് ഓൺ മേക്കിംഗ് ദിസ് സൗണ്ട് ഐ വിൽ ഇൻഫോം. ഇഫ് യു കീപ്പ് ഓൺ മേക്കിംഗ് ദിസ് സൗണ്ട്. നീ ഇത്തരത്തിൽ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ, അല്ലേ, ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാൽ, ഐ വിൽ ഇൻഫോം, ഞാനിത് ഇൻഫോം ചെയ്യും. അവിടെ ആ ഒരു ആക്ഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് കീപ്പ് ഓൺ എന്നിട്ടുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്തത്. മറ്റൊരു ഫ്രേസൽ വെർബാണ് ഡ്രോപ്പ് ഔട്ട്. ഡ്രോപ്പ് ഔട്ട് ഇതിൻ്റെ അർത്ഥം വരുന്നത് ടു അബാൻഡൺ എ കോഴ്സ് സ്റ്റഡി. ഒരു കോഴ്സിന് ചേർന്നിട്ട് നമ്മളത് നിർത്തുക, മുഴുവനാക്കാതെ നമ്മളത് നിർത്തുന്നതിനെയാണ് ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മൾ ആ കോഴ്സ് മുഴുവനാക്കുന്നില്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് എന്ന് യൂസ് ചെയ്യാം. ശ്രേയ dropped out of college and joined the army. ശ്രേയ ഡ്രോപ്പ്ഡ് ഔട്ട്, അവൾ പഠനം നിർത്തി, ഓഫ് കോളേജിലെ, കോളേജ് പഠനം നിർത്തി, ആൻഡ് ജോയിൻ ദ ആർമി, എന്നിട്ട് ആർമിയിൽ ചേർന്നു. ഡ്രോപ്പ് ഔട്ട്. നെക്സ്റ്റ് ഫ്രേസൽ വെർബാണ് പുട്ട് ഓൺ. പുട്ട് ഓൺ എന്നാൽ ടു വിയർ എന്നാണ് അർത്ഥം വരുന്നത്. ടു വിയർ, ധരിക്കുക. കണ്ണട ആയിക്കോട്ടെ, ഒരു ബെൽറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു തൊപ്പി ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, എന്ത് സാധനമോ നമ്മുടെ ഫേസിലോ ശരീരത്തിലോ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ധരിക്കുക, ക്രീം ആയിക്കോട്ടെ, ഇതിനെല്ലാം നമുക്ക് പുട്ട് ഓൺ എന്ന് പറയാം. കോട്ടിടുക അല്ലെങ്കിൽ ഷൂ ഇടുക, ഇതിനൊക്കെ നമുക്ക് പുട്ട് ഓൺ എന്ന് പറയാം. ഹി പുട്ട് ഓൺ എ ന്യൂ ഗ്ലാസസ്. ഹി പുട്ട് ഓൺ എ ന്യൂ ഗ്ലാസസ്. അവൻ എന്താണ്? പുതിയ ഗ്ലാസ് ആണ് ധരിച്ചിട്ടുള്ളത്. അടുത്ത ഫ്രേസൽ വെർബ് നോക്കൂ, ഗിവ് അപ്പ്. ഗിവ് അപ്പ്. ടു ക്വിറ്റ്. ടു ക്വിറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിർത്തുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക, അല്ലെ? സ്റ്റോപ്പ് എന്നുള്ള അർത്ഥമാണ് ഗിവ് അപ്പ് എന്ന ഫ്രേസൽ വെർബിനുള്ളത്. ഡോണ്ട് ഗിവ് അപ്പ്. അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കും. ഡോണ്ട് ഗിവ് അപ്പ്, നീ അത് നിർത്തരുത്, അല്ലെ? നീ പഠനം നിർത്തരുത്. അതുപോലെ ഹാങ് ഓൺ. ഹാങ് ഓൺ എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ ഒരർത്ഥമാണ് വെയിറ്റ് ഫോർ എ മിനിറ്റ്. ജസ്റ്റ് ഒരു നിമിഷം കാത്തു നിൽക്കൂ എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി ഫ്രേസൽ വെർബാണ് ഹാങ് ഓൺ എന്നുള്ളത്. ജസ്റ്റ് ഹാങ് ഓൺ എ സെക്കൻഡ്, ഒരു നിമിഷം ഒന്ന് കാത്തു നിൽക്കൂ. ജസ്റ്റ് ഹാങ് ഓൺ എ സെക്കൻഡ്.
അപ്പം ഇത്തരത്തിൽ കുറച്ച് ഫ്രേസൽ വേർബുകളും അതിൻ്റെ മീനിങ്ങുകളും അറിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഇത് ഫില്ല് ചെയ്യാൻ സാധിക്കും. ആ ഒരു മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യണേ.